നാം പലപ്പോഴും ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം വായിക്കുന്ന സമയത്ത് കായന്റെ സ്വഭാവത്തെക്കുറിച്ച് വായിക്കാറുണ്ട്. കായൻ ദൈവത്തോടുള്ള ദേഷ്യത്തിനും ആബേലിനെ കൊന്നതായ അനുഭവം. നമ്മൾ പലപ്പോഴും ചിന്തിക്കാത്തൊരു കാര്യം ആബേലിന്റെ അവസ്ഥയെക്കുറിച്ചാണ്. ആബേലിന്റെ യാഗം ദൈവം സ്വീകരിച്ചു. അതിലാണ് കായന് വിരോധം ഉണ്ടായത്. ആബേൽ എങ്ങനത്തെ മനുഷ്യനായിരുന്നിരിക്കാം എന്ന് ചിന്തിച്ചു നോക്കിയേ. ആബേലിനെ കായൻ വയലിലോട്ട് വിളിച്ചു. വയലിലോട്ട് വിളിച്ചപ്പം ആബേൽ കായൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വയലിലോട്ട് പോയി. ആ വയലിലോട്ട് പോയത് തന്നെ കാണിക്കുന്ന ഒരു പ്രത്യേക സ്വഭാവമാണ്. വയലിലോട്ട് പോയപ്പോൾ അവിടെ വെച്ചാണ് കായൻ കൊല്ലുന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ ഇങ്ങനെയുള്ള അവസ്ഥകളെ അഭിമുഖീകരിക്കാറുണ്ട്. നിസ്സഹായത അല്ലെ ശക്തിയില്ലായ്മ, ബലമില്ലായ്മ. ഈ അവസ്ഥകളൊക്കെ ഉണ്ടാകുന്നത് ഒരു ബുദ്ധിയില്ലാത്തതിൻ്റെ ഒരു സ്ഥിതിയല്ല, അല്ലെ ചിന്തിക്കാൻ കഴിവില്ലാത്തത് കൊണ്ടല്ല. അത് മറ്റൊരാളെ സ്വീകരിക്കുന്നത് കൊണ്ടും മറ്റാളിനെ അംഗീകരിക്കുന്നത് കൊണ്ടും മറ്റാളിൽ ദുഷ്ടത കാണാത്തത് കൊണ്ടുമാണ്. ആബേല് അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു. കായൻ തൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ്. കായനിൽ താൻ നന്മ കണ്ടു. അതുകൊണ്ടാണല്ലോ വിളിച്ചെടുത്ത് പോയത്, അല്ലേ പോകത്തില്ലായിരുന്നു. പോയതുകൊണ്ട് മരണം നേരിടേണ്ടി വന്നു. നമ്മുടെ ജീവിതങ്ങളിലും നമുക്ക് ആബേലിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ചില സാഹചര്യങ്ങളിൽ നാം മൗനം പാലിക്കും. ചില സാഹചര്യങ്ങളിൽ നാം പ്രതികരിക്കാതിരിക്കും. ചില സാഹചര്യങ്ങളിൽ കായൻ്റെ കൂട്ടുള്ള ആൾക്കാർ വിളിക്കുന്നിടത്ത് നമ്മൾ ചെന്നെത്തും. ഇതൊക്കെ നിഷ്കളങ്കതയുടെയും നീതിബോധത്തിൻ്റെ അനുഭവങ്ങളായിരിക്കാം. കായന് വളരെ വ്യക്തമായ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു. എൻ്റെ സഹോദരനെ കൊല്ലണം, മുൻനിർണയമാണ്. രണ്ട് സ്വഭാവങ്ങൾ നമ്മൾ ഏറ്റെടുത്താൽ നമുക്ക് ചിന്തിക്കാൻ നോക്കിയാൽ കാണാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്. ഒന്ന് മുൻനിർണയം, മറ്റൊന്ന് സത്യസന്ധമായ ഒരു ബന്ധം. മുൻനിർണയത്തിൽ ദുഷ്ടതയുണ്ടായിരുന്നു. മുൻനിർണയത്തിൽ തീരുമാനമുണ്ടായിരുന്നു. മുൻനിർണയത്തിൽ വളരെ വ്യക്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. നമ്മുടെ ജീവിതങ്ങളിൽ നാം എത്തി നോക്കേണ്ട കാര്യങ്ങളുണ്ട്. അതായത് ജീവിതത്തിൻ്റെ യാത്രയിൽ നാം നീതിബോധത്തോടുകൂടി സത്യത്തോടുകൂടി ആത്മാർത്ഥതയോടുകൂടി ആണോ ഇടപെടാറുള്ളത്? ബന്ധങ്ങൾ എങ്ങനെയുണ്ട്? നമ്മുടെ കുറവുകളെ കാണാതെ മറ്റൊരാൾക്ക് ദോഷം വരുന്ന രീതിയിൽ നാം ഇടപെടാറുണ്ടോ? കായനോട് ദൈവം പറയുന്നുണ്ട്, കായനെ, നിന്റെ സഹോദരനെ കുറിച്ച് ചോദിക്കുമ്പം അവൻ എവിടെ? അവൻ കായൻ പറയുന്ന മറുപടിയുണ്ട്, ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനല്ല. അതിനു മുമ്പ് ദൈവം ചോദിക്കുന്നു, കായനെ, നിന്റെ മുഖം എന്തുകൊണ്ട് വാടിയിരിക്കുന്നു? നീ നന്മ ചെയ്താൽ നിന്നെ സ്വീകരിക്കത്തില്ലയോ? നന്മ ചെയ്തില്ലെങ്കിൽ പാപം വാതിൽക്കൽ നിൽക്കുന്നു. വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട്. ആബേലിൽ നിഷ്കളങ്കതയുള്ളപ്പോൾ കായനിൽ സ്വാർത്ഥത, കായനിൽ സ്വന്തം കുറ്റത്തെ അംഗീകരിക്കാനുള്ള മനോഭാവം ഇല്ലായ്മ,
കായനിൽ അസൂയ, കായനിൽ അവൻ്റെ സഹോദരനെ കുറിച്ചുള്ള ഒരു വികൃതമായ ഒരു ചിന്ത. അവിടെ എല്ലാം നമുക്ക് നമ്മളെ തന്നെ പരിശോധിക്കേണ്ട കാര്യങ്ങളുണ്ട്. എൻ്റെ തെറ്റ് കാണണ്ട, അവൻ്റെ തെറ്റാണ്. ശരിക്കും പറഞ്ഞാൽ കായന് ദേഷ്യം വരുന്നത് ദൈവത്തോടാണ്, ആബേലിനോടല്ല. കാരണം ദൈവമല്ലേ സ്വീകരിക്കാതിരുന്നത്. പക്ഷെ ആ ദേഷ്യം തീർക്കുന്നത് ആബേലിൻ്റെ അടുത്ത്. ദൈവം ചോദിക്കുന്നു, നിന്റെ മുഖം എന്തുകൊണ്ട് വാടിയിരിക്കുന്നു? നമ്മൾ തെറ്റ് ചെയ്തിട്ട് നമ്മളെ തന്നെ ന്യായീകരിക്കുകയും അതിനെ വളച്ചൊടിക്കുകയും ചെയ്യുന്നത് തന്നെ പാപമല്ലേ? നന്മ ചെയ്താൽ അത് ദൈവം സ്വീകരിക്കും. തന്നെത്താൻ എൻ്റെ ഗുണങ്ങളുണ്ടാകും. നമ്മുടെ ജീവിതം അനുഭവങ്ങളിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. എന്നിൽ കായന്റെ സ്വഭാവമാണോ ആബേലിന്റെ സ്വഭാവമാണോ? ദൈവം നിരന്തരം നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ മുഖം എന്തുകൊണ്ട് വാടിയിരിക്കുന്നു? എങ്ങനെയാണ് മുഖം വാടുന്നത്? മുഖം വാടുന്നതിന് വളരെ വ്യക്തമായിട്ടൊരു കാഴ്ചപ്പാടുണ്ട്. എൻ്റെ ഉള്ളിലെ അനുഭവത്തിൻ്റെ ആവിഷ്കരണമാണ് മുഖത്ത് കാണുന്നത്. അപ്പോൾ എൻ്റെ ഉള്ളിൽ ദൈവത്തിന് സ്വീകാര്യമല്ലാത്ത അനുഭവം ഉണ്ടെങ്കിൽ അത് നിശ്ചയമായിട്ട് മുഖത്ത് അനുഭവപ്പെടും, കാണപ്പെടും. നന്മ ചെയ്താൽ നിന്നെ സ്വീകരിക്കത്തില്ലേ? ആരാ സ്വീകരിക്കേണ്ടത്? ദൈവമാണ് സ്വീകരിക്കേണ്ടത്. നമ്മുടെ അവസ്ഥകളെ ന്യായീകരിക്കാനായിട്ടും നമ്മുടെ മനസ്സിന്റെ അവസ്ഥകൾക്ക് അനുസരിച്ചുള്ള വളച്ചൊടിയും ഒക്കെ തെറ്റല്ലേ? അത് ചെയ്യാൻ പാടില്ല. നാം ചിന്തിക്കണം, എൻ്റെ ഉള്ള് ആബേലിൻ്റെ നിഷ്കളങ്കതയാണോ? അവിടാണ് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു പ്രാർത്ഥന എനിക്ക് പറയാനുള്ളത്. നിസ്സഹായതയുടെ പ്രാർത്ഥന, നിർബലരുടെ പ്രാർത്ഥന. നമ്മുടെ ഈ ലോകത്തിൽ ഇന്ന് ജാതി മത ഭേദമന്യേ നിഷ്കളങ്കതയുടെ പ്രാർത്ഥനയാണ് ആവശ്യം, നിസ്സഹായതയുടെ പ്രാർത്ഥനയാണ് ആവശ്യം. അബലരുടെ പ്രാർത്ഥനയ്ക്കാണ് വില. അത് രാഷ്ട്രീയപരമായ അവസ്ഥയല്ല, സാമൂഹികപരമായ അവസ്ഥയല്ല, അത് വ്യക്തികളിൽ നിലനിൽക്കുന്ന കാര്യമാണ്. എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം ഇതാണ്. പലപ്പോഴും ഞാൻ നിസ്സഹായനായിട്ടുണ്ട്, ആകാറുണ്ട്, പല കാരണങ്ങളാൽ. ചതിവിനും വഞ്ചനയ്ക്കും പല മുഖങ്ങളുണ്ട്. ഇത് പല സാഹചര്യങ്ങളിൽ കാണാറുണ്ട്. ദൈവത്തെ അറിയുന്നു പറയുന്ന ആൾക്കാർ പലപ്പോഴും അങ്ങനെ പ്രവർത്തിക്കാറുണ്ട്. പ്രതികരണ ശൈലി പലതായിരിക്കാം. കായന്റെ സ്വഭാവം കാണിക്കുമ്പോൾ മൗനമായി വയലിലേക്ക് ഇറങ്ങിപ്പോകുന്ന സ്ഥിതിഗതികൾ കാണുമായിരിക്കും. പക്ഷെ ഞാൻ പഠിച്ചിരിക്കുന്ന ഒരു കാര്യം, എന്നെ തന്നെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ നിസ്സഹായതയുടെ പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടിയത്, അബലരുടെ പ്രാർത്ഥനയാണ് വേണ്ടിയത്. പ്രതികരണശേഷി നമുക്കുണ്ടെന്ന് യാഥാർത്ഥ്യമാണ്, നമുക്കുള്ള കഴിവ് കാണും. പക്ഷെ അത് വേണ്ട, ദൈവം പ്രവർത്തിക്കട്ടെ. എനിക്ക് ഈ ഒരു വീഡിയോ ഒത്തിരി നാളോടാണ് ഞാൻ ഒരു വീഡിയോ ഇറക്കുന്നത്. മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ഇറക്കുന്നത്. സോങ് ഓഫ് ദ സോൾ ഫൗണ്ടേഷനിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇറക്കുന്നത്. എൻ്റെ യൂട്യൂബ് ചാനൽ സോഴ്സ് കോർണറാണ്, അതിലാണ് ഞാൻ ഇതിടാൻ ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാവരും ചിന്തിക്കണം, ദൈവമേ, ആബേലിൻ്റെ പ്രാർത്ഥന, ആബേലിൻ്റെ ഭാവം, ആബേലിൻ്റെ ജീവിതശൈലി എന്നെ പ്രേരിപ്പിക്കുവാൻ നീ കൃപ ചെയ്യണമേ. കായന്റെ സ്വഭാവം വളരെ എളുപ്പം മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ, ബുദ്ധിയുള്ളവർക്കെല്ലാം മനസ്സിലാകും. ആരങ്ങനെ കാണിച്ചാലും മനസ്സിലാകും. ആ സ്വഭാവത്തോട് പ്രതികരിക്കുവാൻ നിന്റെ കൃപയുണ്ടായിരിക്കണമേ, നിന്റെ കരുണയുണ്ടായിരിക്കണമേ. കായൻ ചെയ്യുന്നതായ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ കായന്റെ കൂട്ടി ആൾക്കാർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അതെന്നെ വെട്ടിലാക്കിയാലും, എന്നെ കെണിയിലാക്കിയാലും, എന്നെ അന്ത്യത്തിൽ മരണത്തിൽ ഏൽപ്പിച്ചാലും ഒരു സത്യമുണ്ട്, ദൈവം അറിയുന്നു. ദൈവത്തെ മറന്ന് ആർക്കും പോകുവാൻ കഴിയുകയില്ല. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.